ബാക്ക്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് വന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ വേണ്ടിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ കമന്റ്സ് വരലും ഞാൻ വേഗം ഉത്സാഹത്തോടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും വിചാരിച്ചു. ബിക്കോസ് ഇതിന് ഞാൻ കൂടുതൽ ദിവസമില്ല, 10-ാം തീയതി അല്ലേ നമ്മുടെ ഇത്. യെസ്, അപ്പൊ അതിന് മുന്നേ തന്നെ ഇപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൈ കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പൊ അവിടെ ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള അമേസിംഗ് കുർത്തീസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. എല്ലാം ഞാൻ മേടിച്ചത് മീഷോ നിന്നാണ്. ഒന്നിൽ വില ഒന്നാണ്. അപ്പൊ എല്ലാരും ബോധകട റെഡി ആയിട്ട് നമുക്ക് നേരെ വയ്ക്കണം. നമുക്ക് ഇന്നത്തെ വീഡിയോ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ഈ 3 പീസുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കുർത്ത സെറ്റ് ഒക്കെ ഒഴുകിപ്പോയി. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ള കുർത്ത കാണിച്ചത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഓർമ്മ വരും. വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കളർ ചേഞ്ച് ആണെന്ന് പറയാൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ താഴത്തെ ബോട്ടമിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു കുർത്തി. സോ ലുക്ക് അറ്റ് ദ കളർ. എന്ത് രസമാണ് ഗൈസ്. ഇതിനകത്ത് പേസ്റ്റൽ പിങ്ക്, ബ്ലൂ, അങ്ങനത്തെ ക്രീം, അതുപോലത്തെ പ്രിന്റ്സ് അല്ല, ആക്ച്വലി ത്രെഡ് വർക്ക്, എംബ്രോയിഡറി വർക്ക് എന്റെ ഫേവറേറ്റ്. യെസ്, അതാണ് കേട്ടോ ഇതിനകത്ത്. ആൻഡ് ഇതിന്റെ സ്ലീവ്സ് ഇങ്ങനെ ഒരു എന്താ പറയാ ഷർട്ട് കൈൻഡ് ഓഫ് ആണ്. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആണ്, നല്ല അമേസിംഗ് എന്താ പറയാ ഡിസൈൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാൻ ഓർഡർ ചെയ്ത സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ്. പക്ഷെ എനിക്ക് വന്നത് ലാർജ് ആണ്. ഇത് ലൂസ് ആണ് അത്യാവശ്യം. പക്ഷെ സാരല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവണുണ്ടല്ലോ എന്താണ് ഏതാണെന്നുള്ളത്. അപ്പൊ അത്രയും മതി. ബട്ട് ഇത് അതർവൈസ് നല്ല ഒരു ബ്യൂട്ടിഫുൾ പീസാണ്. ഞാൻ ഇതിന്റെ ബോട്ടം ഇതേ കണ്ട ഇതുപോലത്തെ പലാസോ ആണ് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. കണിങ്ങനെ പലാസോ ആയിട്ടുള്ളതാണ്. ആൻഡ് അവിടെയും അടിയിൽ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിനകത്ത് വേറെ കളർ അത്യാവശ്യം കളറുണ്ട്. പക്ഷേ ഈ ബ്ലാക്ക് കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ട്. ഇതിന്റെ ഷോളും നല്ല അമേസിംഗ് ആണ്. നോക്കിയേ, ഇതുപോലത്തെ എന്താ പറയാ ഇങ്ങനത്തെ പാറ്റേൺ ഉണ്ട് കേട്ടോ അറ്റത്ത്. ഇതിന്റെ മറ്റീരിയൽ ജോർജറ്റാണ് ബൈ ദ വൈ. ആൻഡ് ഇതാരും മേടിച്ചിട്ടില്ല ഇതുവരെ, സോറി. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വന്നതനുസരിച്ച് ചിലപ്പോൾ ഞാനായിരിക്കും ഫസ്റ്റ് മേടിച്ച ആൾ. ഈ ഒരു കുർത്തി സെറ്റ് റേറ്റ് ആണ് 1165. നെക്സ്റ്റ് വൺ നമ്മുടെ അഗൈൻ 3 പീസ് ആയിട്ടുള്ള സെറ്റ് ആണ്. ഷാൽ കുർത്തല്ലേ ഇത്, കുർത്ത ഇതല്ല, സോറി ഇത് പാന്റാന്ന് തോന്നുന്നു. അതെ, പാന്റ്. ഞാൻ അടിയിലത്തെ ബോട്ടം ആൻഡ് ഇതാണ് കുർത്ത. അപ്പൊ കുർത്ത കാണിച്ചു തരാം. പൊളിയാണ് ആക്ച്വലി. കളർ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ബേജ് കളർ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. ഇതിനകത്ത് വകയെ പേസ്റ്റൽ കളറിന്റെ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കണ. അതിൽ തന്നെ മനുഷ്യൻ ഫ്ലാറ്റോ. എന്ത് രസമാണല്ലേ കാണാൻ. പൊളി. ആൻഡ് ഇത് അത്യാവശ്യം കണ്ട ലോങ് ആയിട്ടുള്ള നല്ല കുർത്തിയാണ്. ഇതും ഇങ്ങനെ സിക്വിൻ വർക്കാണ്. കുത്തിക്കൊള്ളുന്ന സിക്വിൻ വർക്കല്ല, വളരെ പാവമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഫീൽ ആവണത് ഭയങ്കര ഒരു ഇതുപോലത്തെ അല്ല എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ. നല്ല ക്വാളിറ്റിയാണ്. ഇത് നല്ല ലോങ് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ്, സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തിയാണ്. അനാർക്കലി കുർത്തിയല്ല. സൈസ് എനിക്ക് തോന്നുന്ന മീഡിയം ആണ്. അതെ, ഞാൻ മീഡിയമാണ് മേടിച്ചത്. കാരണം ഞാൻ ഇത്തിരി ഡയറ്റിങ് കൈ കിട്ടണില്ല ഗൈസ്. ഞാൻ നല്ല വെട്ടി വീഴുന്നതാണ്. ഞാൻ ഇനി കൺട്രോൾ ചെയ്യണം. ഈശ്വരാ, ഞാൻ എന്തോ നല്ല കാര്യം ആലോചിച്ച് എന്റെ വെയിറ്റ് പുട്ട് ഓൺ ചെയ്തതാണ്. പക്ഷെ പുട്ട് ഓൺ ആയി ഞാനിപ്പോ ആർത്തിപ്പെട്ടായി മാറിയിട്ടുണ്ട്. എന്തായാലും നോക്കട്ടെ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇത്തവണ ഒട്ടും റിസ്ക് എടുക്കാണ്ട് എല്ലാം മീഡിയം സൈസ് തന്നെ മേടിച്ചേക്കണം കേട്ടോ. അതുകൊണ്ടെല്ലാം നന്നായിട്ട് പാകം. അല്ലെങ്കിൽ ഞാൻ വെറുതെ എസ്സാണെന്നും പറഞ്ഞാൽ അഹങ്കരിച്ച് ഇങ്ങനെ ഇറുക്കി മുറിക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു അർത്ഥമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ പാന്റ് കാണിച്ചാൽ എനിക്ക് ഇതിന്റെ പാന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇതുമ്പോ ഇങ്ങനെ ബോട്ടമിൽ ഒരു വർക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ബോട്ടമിൽ വർക്ക് വരുമ്പോൾ ഏറ്റവും അറ്റത്ത് വർക്ക് വരുമ്പോൾ നമ്മുടെ ഹൈറ്റ് ക്രോപ്പ് ആവും. അപ്പൊ ഇതിനകത്ത് ആ ഒരു സീനില്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള. ആൻഡ് നല്ല കാര്യം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പലാസോ നമുക്ക് വേറെന്റെ കൂടെ ഇടാം. കാരണം ഒന്നാമത് ബേജ് കളറാണ്. അതായത് നിഴലടി സീൻ ഇല്ലാത്തതാണ് കേട്ടോ, നല്ലതാണ്. അപ്പൊ ബേജ് കളറാണ്, അതുകൊണ്ട് നമുക്ക് ഏതിന്റെയും കൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷാളുണ്ട്. പക്ഷെ ഇതുമ്പോൾ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇതിന് കൂടുതൽ വിട്ടില്ല, ടു ബി ഓണസ്റ്റ്. യെസ്, കൂടുതൽ ഇങ്ങനെ വിട്ടില്ല. ജസ്റ്റ് എന്താ പറയാ ലെങ്തും ഇല്ല. വളരെ കുട്ടി എന്നാൽ നമ്മുടെ ആവശ്യത്തിന് നിൽക്കണ അനുസരിച്ചുള്ള ഷാളാണ് കേട്ടോ ഇത്. സാധാരണ നമുക്ക് നമ്മുടെ കാര്യം കണ്ടാൽ പോരെ. ഓക്കെ, ഞാൻ വെച്ച് കൈ കയറിയത്. നമ്മുടെ സൈസ് പറഞ്ഞാൽ മീഡിയം ആണ്. ആൻഡ് ഇതിന്റെ മറ്റീരിയൽ അഗൈൻ ജോർജറ്റ് ആണ് കേട്ടോ. യെസ്, പണക്കാരി. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 819. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ ഞാൻ ഓർഡർ ചെയ്തല്ല വന്നത്, കളർ മാറിയാ വന്നത്. അപ്പൊ ഓർഡർ ചെയ്തതായിരുന്നു ഈ ഒരു കളറിന്റെ കേട്ടാ, ഈ ഒരു പിങ്ക് കളറുണ്ട്. പക്ഷെ വന്നതാണ് ഒരു നേവി ബ്ലൂ. പക്ഷെ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും സാധനം എന്തായിരിക്കും എന്നുള്ളത്. മറ്റത് ചിലപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാട്ടാ. എനിക്ക് മാത്രം ചില സമയത്ത് ഈയിടെ മീശോ ഒരു കളി കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിന് ഇത് അഗൈൻ 3 സെറ്റാണ്. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണുന്നത് ഓവറോൾ 2 സെറ്റാണോ? ഇത് 3 സെറ്റാണ്. ആക്ച്വലി എനിക്കും തോന്നിയത് അങ്ങനെയാണ്. സ്ലീവ്ലെസ് ആണോ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ, കാരണം എൻ്റെ ഓർമ്മ ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ എന്നായിപ്പോ എനിക്ക്. അപ്പോൾ ഇതാണ് ട്യൂണിക് ടോപ്പാണ് കേട്ടോ. അത് കണ്ട
ഇത്രയും ലെങ്ത് ആയിട്ടുള്ളത്. ആൻഡ് ഇത് ലൈനിങ് കണ്ടിട്ട് ഇവിടെ. അപ്പൊ അങ്ങനെ നിഴലടി ഈ ഒരു വലിയ പലാസോ പാൻസ് കിട്ടും. അപ്പൊ അങ്ങനത്തെ ട്യൂണിക് പ്ലസ് പലാസോ ആയിട്ടുള്ള ഇതാണ്. ഞാൻ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളതാണ് ഈ പാന്റ്. ഞാൻ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് വേറെ ഒരു വർക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താ പറയാ വേറെ വിലന്റെ കൂടെ ഇടാനും അത്യാവശ്യം നല്ല സൗകര്യം. മനസ്സിലായി, നമുക്ക് വേറെ കൂടെ ഇത് പാച്ച് ചെയ്യാം. അത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഷാളാണെന്ന്, പക്ഷെ ഇത് ഷാളല്ല ഗൈസ്, ഇത് ഈ സാധനമാണ്. ഇത് കണ്ടാ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് തുറന്നിട്ട് ആക്ച്വലി ആദ്യം ഞാൻ ഇങ്ങനെ മുമ്പോട്ട് ഇട്ടേട്ടാ. അപ്പൊ ഈ സാധനം ബാൻഡ് മുമ്പിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ പുറകോട്ട് ഇങ്ങനെ ഇട്ടിട്ട് മനസ്സിലായില്ലേ, ഏകദേശം ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കാണും. അപ്പൊ അങ്ങനത്തെ ഒരു 3 പീസ് സെറ്റാണ്. കുറച്ച് ഡിഫറെന്റ് ആൻഡ് യൂണീക്ക് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പൊ ഇതിന്റെ എനിക്ക് അറിഞ്ഞൂടാ പിങ്ക് വന്നിരുന്നെങ്കിലാണോ അതാണോ ഭംഗി വരാ അതോ ഇതാണോ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് ഐ ഗസ് എനിക്ക് മീഡിയം ആണോ തോന്നണേ ഞാൻ മേടിച്ചത്. അതെ, ഞാൻ ഒന്നും റിസ്ക് എടുത്തിട്ടില്ല. ഞാൻ സൈസ് മീഡിയം മേടിച്ചത്. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ അഗെയിൻ ജോർജറ്റ് ആണ്. ഇത് അത്യാവശ്യം ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, 500 പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് 4 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. ആൻഡ് ഇതിന്റെ റേറ്റ് ആണ് 1030. നെക്സ്റ്റ് വൺ നമ്മുടെ നല്ല സാധനമാണ്. കുറച്ച് ഫിറ്റിങ്ങിനകത്ത് അഹങ്കാരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനല്ല വന്നത് തന്നെ അങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു 2 സെറ്റ്. ഇത് 2 സെറ്റ് ആയിട്ടുള്ളതാണ്. ഇത് കുറച്ച് യൂണിക് ആയിട്ട് എനിക്ക് തോന്നി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഈ ഒരു ഗ്രീൻ കളറിന്റെ കുർത്തി എന്ത് രസമല്ല കാണാൻ. ഇത് ബോട്ടിൽ ഗ്രീൻ അതിനെ പറയാൻ എനിക്ക് തോന്നുന്നു. ഇതാണ് ബോട്ടിൽ ഗ്രീൻ, അത് ഞാൻ ഇട്ടതാണ് ബോട്ടിൽ ഗ്രീൻ. എനിക്കറിയില്ല. അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് വൈറ്റ് കളറിൽ ഈ ത്രെഡ് വർക്ക് ആയിട്ടുള്ളത്. ഓവറോൾ ഇത് കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പാന്റാണ്. അത് തന്നെ അപാകതയിലാണ് വന്നേക്കണത്. കുന്തം. ഓക്കെ, അപ്പൊ ഈ ഒരു പാന്റ് ഇട്ട് അപ്പൊ ഇതെന്താ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റത്തത് ഇങ്ങനെ നെറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഭയങ്കര തോറ, ടോപ്പിനോട് ഒരു മാച്ചും. അപ്പൊ എനിക്ക് തോന്നുന്ന ടോപ്പ് കറക്റ്റ് ആണ് തന്നേക്കണേ, പാന്റ് എന്തോ വലിയ സൈസാണ് എനിക്ക് അയച്ചു തന്നേക്കണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സീനുണ്ട്. അതർവൈസ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഇതിന്റെ രണ്ടും കൂടെ നല്ല പുട്ടുക, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നോക്കിയേ, ഇത് കാണാൻ രസാ. നിങ്ങൾക്കിപ്പോ ഞാൻ ഇടുന്ന കണ്ടിട്ട് മനസ്സിലാവണം, അല്ലെങ്കിൽ ഇത് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും പൊളിയായിട്ടുണ്ടല്ലേ. ഇത് നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി ഇത് അഫോർഡബിളും കൂടെ. യെസ്, അതിലേക്ക് ഞാൻ വരാം 1 മിനിറ്റ്. അപ്പൊ അത് ഞാൻ മേടിച്ച സൈസാണ് അഗൈൻ മീഡിയം. കറക്റ്റ് ആയിട്ട് ടോപ്പ് വന്നിട്ടുണ്ട്. പാന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഭാഗതയായിപ്പോയി. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റീരിയലാണ് ജോർജറ്റ്. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദ സൈസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി XXL മാത്രമേ ഇതിനകത്ത് ബാക്കിയുള്ളൂ. പക്ഷെ വേറെ സെല്ലർ എനിക്ക് ബൈ ചാൻസ് കിട്ടുകയാണെങ്കിലില്ലേ, ആ സമയത്ത് ഞാൻ എന്തായാലും വേറെ സെല്ലറിന്റെ കോഡ് ഞാൻ കൊടുത്തേക്കാട്ടാം. ആൻഡ് എന്താ കാര്യം, ഓ മൈ ഗോഡ്, ഞാൻ ഇപ്പഴാ കണ്ടട്ടാ ഈ ഒരു കുർത്തി സെറ്റിന്റെ വെറുതെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കണേ ഗൈസ്. 5500 പേരാണിത് മേടിച്ചേക്കണേ. കെൻ യു ഗൈസ് ബിലീവ്? ആൻഡ് 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ഇതിന് ഞാൻ എന്തായാലും വേറെ സെല്ലർ തപ്പാട്ടെ, എന്തായാലും ഉണ്ടാവും. കാരണം ഇത്ര ആൾക്കാർ മേടിച്ച് സ്ഥിതിക്ക് എനിക്കറിയില്ലായിരുന്നു, എനിക്ക് നിധിയാണ് കിട്ടിയിരിക്കണമെന്നുള്ളത്. ഓക്കെ ഗൈസ്, അമേസിംഗ് പീസ് ആണ്. അതിന്റെ റേറ്റ് വളരെ അഫോർഡബിൾ, ജസ്റ്റ് 557, 550. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വൺ കണ്ടപ്പോഴാണ് എനിക്കൊരു ബോധം വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ദ കളേഴ്സ് ഞാൻ ഈ വീഡിയോയിൽ മേടിച്ചേക്കണ ഓൾമോസ്റ്റ് ഒരേപോലെ ഉണ്ട്. ഡാർക്ക് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, മറ്റേ ഗ്രീൻ, അപ്പുറത്തെ ഗ്രീൻ ആൻഡ് ബ്ലൂ, അങ്ങനത്തെ നേവി ബ്ലൂ, കുറച്ച് ഏകദേശം അങ്ങോട്ട് ഇങ്ങനെ സാമ്യമുള്ള പോലത്തെ ആട്ടോ. ഇത് ഞാനിപ്പോ കാണിക്കാൻ പോണതും അങ്ങനെ. സോറി, പക്ഷെ അതിനകത്ത് വേറെ എല്ലാ കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തപ്പിയെടുക്കാട്ടെ. എനിക്ക് ആ സമയത്ത് തോന്നിയത് ഇഷ്ടപ്പെട്ടത്, എന്റെ ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, ഞാനിങ്ങനെ എല്ലാം കളക്ട് ചെയ്ത് കുറച്ച് ഇങ്ങനെ ബണ്ടിലാക്കി മമ്മിക്ക് കൊണ്ടു കൊടുക്കാൻ. അതിനകത്ത് മമ്മി സെമി ഫിനാലെയൊക്കെ നടത്താറ്, ഗ്രാൻഡ് ഫിനാലെയൊക്കെ നടത്താറുണ്ട്. സോ അങ്ങനത്തെ ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ രീതിയായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്തവണത്തെ അഗൈൻ 3 പീസ് സെറ്റ് ആണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുർത്തി കാണിച്ചു തരാം. സോ കുർത്തിയാണ് ഇത്. ടട്ടടാ, ഇതിന്റെ സ്ലീവ്സ് ഉണ്ട് ഇങ്ങനത്തെ. ആൻഡ് ഇതിന്റെ ഒരു സംഭവം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഇത് ഞാൻ ആദ്യം കാണിച്ചെന്നില്ലായിരുന്ന, ഇവിടം വരെ ഓക്കെയാണ്. പക്ഷെ പിന്നെ വന്നത് നിഴലടി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിസോൾ അകത്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ, and അത് നമ്മുടെ ബോട്ടമിന്റെ അകത്തേക്ക് ടക്കിൻ ചെയ്താൽ പിന്നെ സീൻ ഉണ്ടാവില്ല കേട്ടോ. അതർവൈസ് ഇത് നല്ല ഒരു പീസാണ്, കാണാൻ നല്ല ഇച്ചിരി ഡിഫറെന്റ്. എനിക്ക് ഇതിന്റെ സ്ലീവ്സ് ആണ് ഡിഫറെന്റ് തോന്നിയത്, അതർവൈസ് വലിയ കാര്യമൊന്നും തോന്നിയിട്ടില്ല. തൈസ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. ആൻഡ് ഞാൻ അത്യാവശ്യം ലെഗ് ഡേ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ എന്താ പറയാ, ഇങ്ങനെ കോഡ്സ് ഒക്കെ ഇച്ചിരി ഇങ്ങനെ കൂടിയിരിക്കണത് കൊണ്ട് എനിക്ക് ഇത് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ കയറ്റിയിട്ട് എന്താ പറയാ
ട്രാൻസ്പെറൻസി വന്നില്ല, അത് മറച്ചേനെ. പക്ഷെ അത് പറ്റണില്ല, ഒരു പരിധി വരെ ഇത് കയറ്റാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഷരാര ഉണ്ട്. ഷരാര ആയതുകൊണ്ടാണ് ടൈറ്റ് ആവണത് ഇവിടം വരെ. അതർവൈസ് ബാക്കി പിന്നെ ലൂസാണ്. ആൻഡ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിഴലടി തോന്നുന്നുണ്ടോ? നോ, ഇതിനകത്ത് ലൈനിങ് കണ്ടിട്ടാ. അപ്പൊ അങ്ങനെ ആൻഡ് ഇതും കണ്ട പ്ലെയിൻ ആയിട്ടുള്ള, അപ്പൊ നമുക്ക് വേറെ കൂടെ സുഖമായിട്ട് പെയർ ചെയ്യാം. അങ്ങനത്തെയാണ് അതിന്റെ ഷാള്. ഓക്കെ, കുഴപ്പമില്ല, നല്ലതാണ്. നെറ്റ് ആയിട്ടുള്ള ഷാളാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതും ഈ മുത്ത് വച്ചേക്കണം. വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷെ ടു ബി ഓണസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. ഇതിന്റെ മറ്റീരിയൽ അഗെയിൻ ജോർജറ്റ്, എല്ലാം ജോർജറ്റും കൊണ്ടാണല്ലോ ഓക്കെ തന്നെ കിടക്കാവുന്ന. ഇതും ഞാൻ വിചാരിച്ചു ഞാൻ ഇതിന് മുന്നേ കാണിച്ചെന്നില്ലായിരുന്ന, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചേക്കുന്നത്. പക്ഷെ ഇതിനെങ്ങനെ എത്ര പേരുള്ളത്? അത് ഞാൻ ഇതിനെ എന്താ പുച്ഛിക്കണതാണോ? ഓക്കെ ഗൈസ്, 12,000 പേരാണ് ഈ സെറ്റ് മേടിച്ചേക്കണേ. ഇതൊക്കെ ആരും ഇത്ര ഉണ്ടാക്കി കൂട്ടണ? അതിനകത്ത് സൈസസ് ഒക്കെ അവൈലബിൾ ആ. ലുക്ക്, അപ്പൊ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാമോ ഇത്? ഓക്കെ, എന്തായാലും മേടിച്ചോട്ടെ. അപ്പൊ ഇത്ര ആൾക്കാർ മേടിച്ച സ്ഥിതിക്ക് നമ്മൾ ഒന്നും നോക്കരുത്, മെജോറിറ്റിയിൽ അങ്ങോട്ട് കയറാം. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് ആണ് 563. വെറുതെ അല്ല. മേരാ ദിൽ പുക്കാരേ ആജാ, അങ്ങനത്തെ ഒരു പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിയുടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഗേളിന്റെ റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, എല്ലാവരും കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിനകത്ത് ആ കൊച്ചിട്ടണ പോലെ തന്നെ ഏകദേശം എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയതിട്ട്. അപ്പൊ ഞാൻ അതുപോലെ ഇച്ചിരി ലൂസ് ആകുന്നും കൂടെ ചിന്തിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി വലിയ സൈസ് മേടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ മേടിച്ച സൈസ് മീഡിയം ആണ് കേട്ടോ, മീഡിയം സൈസ്. അപ്പൊ മീഡിയം ആണ് ഞാൻ ഇതിന്റെ സൈസ് മേടിച്ചത്. ആൻഡ് ഇതിന്റെ പാന്റ് കണ്ടേ, ഇതാണ് ഇതിന്റെ പാന്റ്. അപ്പൊ ഇതിൽ 2 സെറ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഇത് കുറച്ച് ലൂസ് ആയിരുന്നു, നല്ല രസമായിരുന്നു. ആക്ച്വലി ഞാൻ ഇടുമ്പോഴും അത്യാവശ്യം ലൂസാണ്, പക്ഷെ എനിക്ക് അതിന്റെ ഷേപ്പ് എന്തോ ഒരു എവിടെ അപാകത. അപ്പൊ എനിക്ക് ഇതിനെക്കാട്ടി ലൂസ് ആയാൽ ചിലപ്പോൾ ബോറാവും, ഇങ്ങനെ അത്രയും രസം ഉണ്ടാവില്ല, ഒരു പരിധിയില്ലേ ലൂസ് ആവണേനും. അപ്പൊ ഇത് ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ ഫോട്ടോയിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ആയിട്ട്. ആൻഡ് കഴുത്തൊക്കെ അത്യാവശ്യം കയറി ഇരിപ്പുണ്ട്. ഞാൻ ഇട്ടപ്പോ നല്ല ഇങ്ങനെ വി നെക്കല്ലേ ഇത്? യെസ്, ഇത് വി നെക്കാണ് കേട്ടോ, വി നെക്കായിട്ടുള്ളതാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇതിന്റെ കൈമേലും അറ്റത്തായാലും ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കേട്ടോ, വേവി ഷേപ്പാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ പാന്റിനകത്ത് അങ്ങനെ ഷേപ്പ് ഇല്ലല്ലോ, പാന്റ് വെറും സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ബമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതും 6000 പേര് മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാനിതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം, മേടിക്കുമ്പോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടും കൂടി ഇല്ല. ഓക്കെ, ഇതിന്റെ മറ്റീരിയൽ റയോൺ ആണ്. ആൻഡ് ഇതിനകത്ത് അത്യാവശ്യം സൈസ് ഉണ്ട്, എക്സൽ വരെ സൈസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് ആണ് 491. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർത്തി സെറ്റ് അല്ല, കുർത്തി സെറ്റ് ഞാൻ ആക്കി മാറ്റിയതാണ്. പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു സെറ്റ് ആക്കിയപ്പോൾ. അപ്പൊ കുർത്തി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലോങ് അനാർക്കലി കുർത്തി എന്ത് പ്രിറ്റിയാ ഗൈസ്, നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടാ. ആൻഡ് നല്ലൊരു ലുക്ക് ഉണ്ട്. ആൻഡ് എന്റെ ഫേവറേറ്റ് ഈ വള്ളിയുടെ ഐറ്റം ഉണ്ട്, അങ്ങനത്തെ ഒരു പീസാണ്. ആൻഡ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ലീവ്, പക്ഷെ ഫുൾ സ്ലീവ് ആയിട്ടുള്ളതാണ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇതിന്റെ സ്പെഷ്യലി ഇതിന്റെ കഴുത്ത് നോക്കി അതുമ്പോ വളരെ ഫൈനായിട്ട് ആ ഒരു ഡയമണ്ട് വർക്ക് കൊടുത്തേക്കണ. എന്ത് രസമാണ്. പക്ഷെ ഇവിടെ നോർമൽ മുത്താണ് കേട്ടോ, മുത്തിന്റെ വർക്കാണ്. ബാക്കി ഫുൾ പ്ലെയിൻ ആണ്. അത് തന്നെ നല്ല ഭംഗിയുണ്ട് ഇതിനകത്ത് കാണാൻ. ഇതിനെ കാണുന്ന എന്ന് വെച്ചാൽ അത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഭംഗിയാണ്. ഇതിനകത്ത് വേറെ കളർ ഉണ്ടോ നോക്കട്ടെ കേട്ടോ, ഞാൻ ഉണ്ടോന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. യെസ്, 4 to 5 കളേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ഗ്രീൻ ഭയങ്കരമായിട്ട് പ്രിറ്റി തോന്നി, അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. ഇതിന്റെ കൂടെ ആക്ച്വലി ഈ ഒരു സെയിം പാന്റ് നാട്ടിലിരിപ്പുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് ഇതിന്റെ ഒപ്പം ഈ ഒരു പാന്റാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്നും കൂടെ മേടിച്ച്. ഓക്കെ, കണ്ട ഈ ഒരു പാന്റ് ഇതിന്റെ കൂടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക്. കാരണം പലാസോന്റെ കൂടെ ആ ഒരു അനാർക്കലി കുർത്തി, അതും ഒരു നെക്സ്റ്റ് ലെവൽ ലുക്കാണ്. എന്താണ് ദീപാനി മസ്താനി ലുക്ക്. യെസ്, അതുപോലത്തെ ഒരു നല്ല. ആൻഡ് ഈ ഒരു ബേജ് കളർ ഈ ഒരു ഗ്രീനിന്റെ കൂടെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വേറെ ട്രൈ ചെയ്യാം. ഞാൻ രണ്ടിന്റെ കോഡ് എന്തായാലും കൊടുത്തേക്കാട്ടോ, നിങ്ങൾക്ക് നോക്കി നോക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇതേ ഇപ്പൊ വൈറ്റ് കളറിന്റെ പലാസോ ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, അങ്ങനെ ഞാൻ വിഷമിക്കില്ല, പോരെ നിങ്ങൾ ഇട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റീരിയൽ ആണ് ജോർജറ്റ്. ആൻഡ് ഈ ഒരു പാന്റിന്റെ മറ്റീരിയൽ ആണ് റയോൺ. ആൻഡ് ഈ ഒരു കുർത്തിയില് ഞാൻ മേടിച്ച സൈസാണ് മീഡിയം, അതുകൊണ്ട് രക്ഷപ്പെട്ട് പൊട്ടിക്ക് ലൂസാ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ആരും ശ്രദ്ധിക്കാൻ കൂടിയില്ല, അതുപോലത്തെ ലൂസാണ്. ആൻഡ് ഇതിന്റെ ഈ ഒരു കുർത്തിയുടെ റേറ്റ് ആണ് 727. ആൻഡ് ഈ ഒരു
ഈ ഒരു പാന്റ് ഞാൻ മേടിച്ചില്ല, അത് ഫ്രീ സൈസ് ആണ് കേട്ടോ. അതിന്റെ റേറ്റ് ആണ് 353. വീഡിയോ. അപ്പൊ വീഡിയോയിൽ അത്യാവശ്യം കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കുർത്തീസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നെക്സ്റ്റ് ഏത് ഹോൾ വീഡിയോ ചെയ്യണം അതിപ്പോ പറഞ്ഞാല് വല്ല ഒരു മാസം കഴിഞ്ഞ് എത്തോളൂ. ഇല്ല വേഗം കൊണ്ടുവരട്ടോ, വേഗം പറഞ്ഞോ. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വ്ളോഗ് വന്നിട്ട് വേണ്ടല്ലോ, പക്ഷെ സാറില്ല ഞാൻ ഷോർട്സ് ഇടുന്നുണ്ടല്ലോ, അത് വെച്ച് ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പൊ ലോങ് ആയിട്ട് വന്നില്ലേ, ബാക്കി ഞാൻ പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ആൻഡ് മാക്സിമം ഈ വീഡിയോ വേഗം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ. ഷോ കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ പറയാൻ പറഞ്ഞത് ഷെയർ ചെയ്യാ, എല്ലാരും കൂടെ ആസ്വദിച്ചോട്ടെ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയപ്പെടും പേരാണ് റിഫ ഷാ. താങ്ക് യു സോ മച്ച് റിഫ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങളിൽ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോയ വീഡിയോ ഞാൻ ഫ്ലാഷ് ടൈം നിങ്ങൾ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമന്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം ഇടുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാൻ ചേച്ചേക്കാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.